ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13, 14 അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13-ാം അധ്യായത്തിൽ സാംസണെക്കുറിച്ചാണ് കാണുന്നത്. സാംസന്റെ ജനനം സ്നാപക യോഹന്നാൻ്റെ ജനനത്തോട് സാമ്യമുള്ള വിധത്തിലായിരുന്നു. അതായത് വന്ധ്യയായ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ദൈവദൂതൻ വരുന്നതും അവൾക്ക് ഒരു പുത്രൻ ജനിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. സാംസൺ ജീവിതകാലം മുഴുവനും നാസിർ വ്രതക്കാരൻ ആയിരിക്കണമെന്നും സാംസന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത് എന്നും ദൂതൻ മനോവയോടും ഭാര്യയോടും പറയുന്നുണ്ട്. സാംസന്റെ ജനനവും സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളോടെയാണ് 13-ാം അധ്യായം അവസാനിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ബൈബിളിൽ നോക്കി പലതവണ ആവർത്തിച്ച് വായിച്ചതിന് ശേഷം വേണം ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ. മൊബൈലിൽ നോക്കിയല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിളിൽ നോക്കി തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചോദ്യോത്തരങ്ങൾ കേൾക്കാൻ. 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 25. 13-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്ത്? സാംസന്റെ ജനനം. 13-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ? ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ എത്ര വർഷത്തേക്ക് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ. 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആരെയെല്ലാം കുറിച്ച് പറയുന്നുണ്ട്? മനോവയെയും ഭാര്യയെയും കുറിച്ച്. 13:2 അനുസരിച്ച് മനോവ എവിടെയുള്ള ആളായിരുന്നു? സോറായിൽ ഉള്ള ആളായിരുന്നു. മനോവയുടെ ഗോത്രം ഏത്? ദാൻ ഗോത്രം. മനോവയുടെ ഭാര്യയെക്കുറിച്ച് 13:2 എന്തെല്ലാം പറയുന്നുണ്ട്? വന്ധ്യയായിരുന്നു, മക്കളിലായിരുന്നു. 13:3 മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? കർത്താവിൻ്റെ ദൂതൻ. 13:3 കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത് എന്തെല്ലാം? നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. 13:4 അനുസരിച്ച് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? 1. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. 2. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ അനുഷ്ഠിക്കേണ്ട എത്ര കാര്യങ്ങളാണ് 13:5 പറയുന്നത്? 1. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. 2. ജനനം മുതൽ ദൈവത്തിന് നാസിർ വ്രതക്കാരൻ ആയിരിക്കണം. അവൻ എന്ത് ആരംഭിക്കും എന്നാണ് 13:5 പറയുന്നത്? ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. മനോവയുടെ ഭാര്യ തൻ്റെ അടുത്ത് ആര് വന്നതായാണ് ഭർത്താവിനോട് പറഞ്ഞത്? ഒരു ദൈവപുരുഷൻ. ദൈവപുരുഷൻ്റെ മുഖത്തെപ്പറ്റി മനോവയുടെ ഭാര്യ പറയുന്നത് എന്ത്? അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. താൻ അവനോട് എന്ത് ചോദിച്ചില്ല എന്നാണ് അവൾ പറയുന്നത്. എവിടെ നിന്ന് വരുന്നു എന്ന്. അവൻ എന്തു പറഞ്ഞതുമില്ല എന്നാണ് പറയുന്നത്. പേര് പറഞ്ഞതുമില്ല. മനോവയുടെ ഭാര്യ എന്തു കുടിക്കരുത് എന്നാണ് ദൂതൻ പറയുന്നത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. എന്തു ഭക്ഷിക്കരുത് എന്നാണ് പറയുന്നത്? അശുദ്ധമായതൊന്നും. 13:7 അനുസരിച്ച് ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരൻ ആയിരിക്കും. ബാലൻ ആര്? മനോവയുടെ പുത്രൻ. ഡാഷ് ആജീവനാന്തം ഡാഷ് ആയിരിക്കും. 13:7 അനുസരിച്ച് പൂരിപ്പിക്കുക. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരൻ ആയിരിക്കും. 13:8 ആരുടെ പ്രാർത്ഥനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? മനോവയുടെ.
ആര് വീണ്ടും തങ്ങളുടെ അടുത്ത് വരണം എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് അയച്ച ദൈവപുരുഷൻ. കർത്താവ് അയക്കുന്ന ദൈവപുരുഷൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് എന്ത് അറിയിക്കാൻ ഇടയാക്കണം എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത്? ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. മനോവയുടെ പ്രാർത്ഥന ഡാഷ് കേട്ടു. 13:9 അനുസരിച്ച് പൂരിപ്പിക്കുക. ദൈവം. മനോവയുടെ ഭാര്യയുടെ അടുത്തേക്ക് രണ്ടാമത് ആര് വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവദൂതൻ. മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വന്നത്? വയലിൽ ആയിരിക്കുമ്പോൾ. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്ത് വന്നു. 13:9 അനുസരിച്ച് പൂരിപ്പിക്കുക. സ്ത്രീയുടെ. ദൈവദൂതൻ സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ അവളുടെ കൂടെ ആര് ഉണ്ടായിരുന്നില്ല എന്നാണ് 13:9 പറയുന്നത്? ഭർത്താവായ മനോവ. ദൈവദൂതൻ അടുത്തു വന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് സംസാരിച്ചത് ആരോട്? ഭർത്താവിനോട്. തൻ്റെ അടുത്ത് ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം വന്ന ആൾ. കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് ദൈവദൂതനോട് ചോദിച്ചത് എന്ത്? ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ? 13-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യ ചോദ്യം ഏത്? ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ? 13:11 ദൈവദൂതൻ്റെ മറുപടി എന്ത്? ഞാൻ തന്നെ. 13:12 സംസാരിക്കുന്നത് ആര്? മനോവ. ബാലൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം? എപ്പോൾ? നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ. നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ഡാഷ് എങ്ങനെയായിരിക്കണം? 13:12 അനുസരിച്ച് പൂരിപ്പിക്കുക. ബാലൻ്റെ ജീവിതചര്യ. 13:12 മനോവയുടെ രണ്ടാമത്തെ ചോദ്യം എന്ത്? അവൻ എന്താണ് ചെയ്യേണ്ടത്? 13:13 മനോവയോട് സംസാരിക്കുന്നത് ആര്? കർത്താവിൻ്റെ ദൂതൻ. താൻ ആരോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് സ്ത്രീയോട്. അവൾ എന്ത് ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ 13:14 പറയുന്നത്? മുന്തിരിയിൽ നിന്നുള്ളതൊന്നും. എന്ത് കുടിക്കരുത് എന്നാണ് 13:14 പറയുന്നത്? വീഞ്ഞോ ലഹരി പദാർത്ഥമോ? എന്ത് തിന്നുകയുമരുത് എന്നാണ് 13:14 പറയുന്നത്? അശുദ്ധമായതൊന്നും. അവൾ എന്ത് പാലിക്കണം എന്നാണ് പറയുന്നത്? ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ. 13:15 മനോവ കർത്താവിൻ്റെ ദൂതനോട് പറയുന്നത് എന്ത്? ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. ആര് ആരോട് പറഞ്ഞു? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു. കർത്താവിന് എന്ത് അർപ്പിക്കുവാനാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? ദഹനബലി. എന്ത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുവാനാണ് പറയുന്നത്? നീ പാകം ചെയ്യുന്നെങ്കിൽ അത്. മനോവ എന്ത് അറിഞ്ഞിരുന്നില്ല എന്നാണ് 13:16 പറയുന്നത്? കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന്. നിന്റെ പേര് എന്ത്? ആര് ആരോട് ചോദിച്ചു? മനോവ കർത്താവിൻ്റെ ദൂതനോട്. നീ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമല്ലോ എന്നാണ് മനോവ പറയുന്നത്? ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന്. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? ആരാണ് മനോവയോട് ഇങ്ങനെ ചോദിച്ചത്? ദൂതൻ. മനോവ ദഹനബലിക്കായി കൊണ്ടുവന്നത് എന്ത്? ആട്ടിൻകുട്ടിയെ. എന്തിനോട് കൂടെയാണ് ആട്ടിൻകുട്ടിയെ അർപ്പിച്ചത്? ധാന്യബലിയോട് കൂടെ. ധാന്യബലിയോട് കൂടെ ആട്ടിൻകുട്ടിയെ ആർക്കാണ് അർപ്പിച്ചത്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്.
മനോവ ധാന്യബലിയോടുകൂടെ ആട്ടിൻകുട്ടിയെ വച്ചത് എവിടെ? പാറപ്പുറത്ത്. എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത്? ബലിപീഠത്തിൽ നിന്ന്. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ സംഭവിച്ചത് എന്ത്? കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തത് എന്ത്? നിലത്ത് കമിഴ്ന്ന് വീണു. 13:21 ആരംഭിക്കുന്നത് എങ്ങനെ? അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. മനോവയ്ക്ക് വ്യക്തമായ കാര്യം എന്ത്? അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നു എന്ന്. 13:22 മനോവ ഭാര്യയോട് പറയുന്നത് എന്ത്? ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. കർത്താവ് എന്ത് സ്വീകരിച്ച കാര്യമാണ് 13:23 മനോവയുടെ ഭാര്യ പറയുന്നത്? ദഹന ബലിയും ധാന്യ ബലിയും. നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുകയില്ലായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പറയുന്നത്. ദഹന ബലിയും ധാന്യ ബലിയും. നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരുകയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. മനോവയുടെ കുട്ടിക്ക് സാംസൺ എന്ന് പേരിട്ടതായി കാണുന്നത് ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ്? 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ. മനോവയുടെ കുട്ടിയെക്കുറിച്ച് 13:24 എന്തെല്ലാം പറയുന്നുണ്ട്? സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച്. സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ആര്? കർത്താവിൻ്റെ ആത്മാവ്. 13-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ എത്ര? വാക്യങ്ങൾ ഏതെല്ലാം? 4 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. 11-ാം വാക്യത്തിൽ മനോവ ദൂതനോട് ചോദിക്കുന്നു, ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ? 12-ാം വാക്യത്തിൽ നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം, അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന 2 ചോദ്യങ്ങൾ കർത്താവിൻ്റെ ദൂതനോട് മനോവ ചോദിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൽ എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന് എന്ന് മനോവയോട് ദൂതൻ ചോദിക്കുന്നുണ്ട്. 13-19 അനുസരിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നവൻ ആണ്? അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. 13-3 സാംസന്റെ ജനനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ദൂതൻ്റെ അറിയിപ്പിന് സമാനമായി പുതിയ നിയമത്തിൽ കാണുന്നത് എന്ത്? ലൂക്ക 1:5-25 വരെ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. 13-5 സാംസൺ ജനനം മുതൽ നാസീർ വ്രതക്കാരനായിരിക്കും എന്ന് കാണുന്നുണ്ട്. നാസീർ വ്രതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമഭാഗം ഏത്? സംഖ്യ പുസ്തകം 6-ാം അധ്യായം 1-5 വരെ. 13-18 ദൂതനോട് പേര് ചോദിച്ച മനോവയ്ക്ക് അതിന് ഉത്തരം ലഭിക്കുന്നില്ല. സമാനമായ അനുഭവം യാക്കോബിന് ഉണ്ടാകുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള പഴയ നിയമഭാഗം ഏത്? ഉൽപ്പത്തി 32:29. അധ്യായം 14. 14-ാമത്തെ അധ്യായത്തിൽ സാംസന്റെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. സാംസൺ ദാൻ ഗോത്രക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. സാംസൺ വിവാഹം കഴിക്കുന്നത് തിമ്നായിലുള്ള ഒരു ഫിലിസ്ത്യ യുവതിയെയാണ്. ഈ യുവതിയെ കാണാൻ മാതാപിതാക്കളോടൊത്ത് പോകുന്ന വഴി സാംസണെ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച് ഒരു സിംഹം ആക്രമിക്കാൻ വരുന്നതും സാംസൺ ആയുധമൊന്നും കൂടാതെ ഒരു ആട്ടിൻകുട്ടിയെ എന്ന പോലെ
സിംഹത്തെ ചീന്തിക്കളയുന്നതും. കുറേ നാൾ കഴിഞ്ഞ് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സാംസണും മാതാപിതാക്കന്മാരും വീണ്ടും വരുന്ന വഴിക്ക് ആ സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് ഒരു തേൻകൂട് കിട്ടുന്നതും സാംസണും മാതാപിതാക്കളും അത് ഭക്ഷിക്കുന്നതും. തുടർന്ന് യുവതിയുടെ വീട്ടിലെത്തി ഒരു വിരുന്ന് നടത്തുമ്പോൾ അവിടെ വെച്ച് ലഭിച്ച 30 തോഴരോട് സാംസൺ ഈ സംഭവം ഒരു കടംകഥയായിട്ട് പറയുന്നതും സാംസന്റെ ഭാര്യ സാംസന്റെ അടുക്കൽ നിന്ന് കടംകഥയുടെ ഉത്തരം കണ്ടെത്തി അവളുടെ ആൾക്കാരോട് പറയുന്നതും അവർ കടംകഥയുടെ ഉത്തരം സാംസണോട് പറഞ്ഞ് സാംസന്റെ കയ്യിൽ നിന്ന് വിശേഷ വസ്ത്രങ്ങളും ചണവസ്ത്രവും എല്ലാം വാങ്ങുന്നതും കോപാക്രാന്തനായ സാംസൺ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം. 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 20. 14-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? സാംസന്റെ വിവാഹം. സാംസൺ എവിടേക്ക് പോയതായാണ് 14-ന്റെ 1-ൽ കാണുന്നത്? തിമ്നായിലേക്ക്. തിമ്നായിൽ വെച്ച് സാംസൺ കണ്ടത് ആരെ? ഒരു ഫിലിസ്ത്യ യുവതിയെ. തിമ്നായിൽ വെച്ച് കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയെ വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ പറഞ്ഞത് ആരോട്? മാതാപിതാക്കന്മാരോട്. എവിടെ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ എന്നാണ് മാതാപിതാക്കൾ സാംസണോട് ചോദിക്കുന്നത്. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ? 14-ന്റെ 3-ൽ ഫിലിസ്ത്യരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അപരിച്ഛേദിതർ. 14:3-ൽ ആര് തമ്മിലുള്ള സംഭാഷണമാണ് കാണുന്നത്? സാംസണും മാതാപിതാക്കളും. 14-ന്റെ 3-ൽ മാതാപിതാക്കളോടുള്ള സാംസന്റെ മറുപടി എന്താണ്? അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 14-ന്റെ 4-ൽ സാംസന്റെ ആഗ്രഹത്തെക്കുറിച്ച് മാതാപിതാക്കൾ അറിയാതിരുന്ന കാര്യം എന്ത്? അത് കർത്താവിൻ്റെ ഹിതമാണ് എന്ന്. 14-ന്റെ 4 അനുസരിച്ച് ആര് ആർക്കെതിരെയാണ് അവസരം പാർത്തിരുന്നത്? കർത്താവ് ഫിലിസ്ത്യർക്കെതിരെ. സാംസന്റെ കാലത്ത് ആര് ആരുടെ മേൽ ആണ് ആധിപത്യം പുലർത്തിയിരുന്നത്? ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ. ആര് ആരോട് കൂടെ എവിടേക്ക് പോയതായിട്ടാണ് 14-ന്റെ 5-ൽ കാണുന്നത്? സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയത്. തിമ്നായിലേക്ക് പോകുന്ന വഴി എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ. മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ സാംസന്റെ നേരെ അലറി വന്നത് എന്ത്? ഒരു സിംഹക്കുട്ടി. സിംഹക്കുട്ടി എന്താണ് ചെയ്തത്? സാംസന്റെ നേരെ അലറി വന്നു. സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നപ്പോൾ സാംസനിൽ എന്താണ് സംഭവിച്ചത്? കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ചപ്പോൾ സാംസൺ ചെയ്തത് എന്ത്? ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സാംസൺ ചീന്തിക്കളഞ്ഞത് എന്തിനെയാണ്? സിംഹത്തെ. സാംസന്റെ നേരെ അലറി വന്നതായിട്ട് പറയുന്നത് സിംഹക്കുട്ടി എന്നാണ്. ചീന്തിക്കളഞ്ഞ സംഭവത്തിൽ പറയുന്നത് സിംഹത്തെ എന്നാണ്. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. ഏത് കാര്യം? ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്. 14-ന്റെ 7 എഴുതുക. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. 14-ന്റെ 8 എങ്ങനെ തുടങ്ങുന്നു? അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞ് സാംസൺ വന്നത് എന്തിനു വേണ്ടിയാണ്? അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. വഴിമധ്യേ സാംസൺ തിരിഞ്ഞത് എന്തിന്? സിംഹത്തിൻ്റെ ഉടൽ കാണാൻ. സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ കണ്ടത് എന്ത്? സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. സിംഹത്തിൻ്റെ ശരീരത്തിൽ തേൻകൂട് കണ്ട സാംസൺ ചെയ്തത് എന്ത്? അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ അവൻ അവരോട് പറയാതിരുന്ന കാര്യം എന്ത്?
ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തത് എന്ന്. യുവതിയുടെ വീട്ടിലേക്ക് പോയത് ആര്? അവൻ്റെ പിതാവ്. പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ യുവാക്കൾ ചെയ്യുന്ന പതിവനുസരിച്ച് സാംസൺ ചെയ്തത് എന്ത്? സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. സാംസണെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? 30 പേരെ. ഞാൻ നിങ്ങളോട് എന്തു പറയാം എന്നാണ് സാംസൺ തോഴരോട് പറയുന്നത്. ഒരു കടം കഥ. എത്ര ദിവസത്തിനകമാണ് കടം കഥയുടെ ഉത്തരം പറയേണ്ടത്? വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. കടം കഥയുടെ ഉത്തരം പറയുന്നവർക്കുള്ള സാംസന്റെ വാഗ്ദാനം എന്തായിരുന്നു? ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ എന്ത് ചെയ്യണം? 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും സാംസണ് കൊടുക്കണം. 14:13 സാംസന്റെ വാക്കുകൾ കേട്ടപ്പോൾ തോഴർ പറഞ്ഞത് എന്ത്? നിന്റെ കടം കഥ കേൾക്കട്ടെ. 14:14 സാംസന്റെ കടം കഥ എന്തായിരുന്നു? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. സാംസന്റെ കടം കഥ കേട്ടിട്ടും തോഴരുടെ പ്രതികരണം എന്തായിരുന്നു? 3 ദിവസമായിട്ടും കടം കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട് സംസാരിച്ചത് ഏത് ദിവസമാണ്? 4-ാം ദിവസം. ഭർത്താവിനെ വശീകരിച്ച് എന്തു ചെയ്യുക എന്നാണ് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? കടം കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക. കടം കഥയുടെ പൊരുളറിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് അവർ അവളോട് പറയുന്നത്? നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് അവർ ചോദിക്കുന്നത്? ദരിദ്രരാക്കാനാണോ? സാംസന്റെ ഭാര്യ അവനോട് സംസാരിച്ചത് എങ്ങനെ? കരഞ്ഞുകൊണ്ട്. നിനക്കെന്നോട് ഡാഷ്, എന്നെ ഡാഷ്. 14:16 അനുസരിച്ച് പൂരിപ്പിക്കുക. നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടം കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ എന്തു ചെയ്തില്ല എന്നാണ് ഭാര്യ പറയുന്നത്. അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല. 14:16 സാംസന്റെ മറുപടി എന്തായിരുന്നു? എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? ഏത് ദിവസം വരെയാണ് ഭാര്യ അവനോട് കേണ് ചോദിച്ചത്? വിരുന്നവസാനിക്കുന്ന 7-ാം ദിവസം വരെ. അവളുടെ നിർബന്ധം മൂലം സാംസൺ എന്തു ചെയ്തു? അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. കടം കഥയുടെ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ സാംസന്റെ ഭാര്യ ചെയ്തത് എന്ത്? അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 14:18 പട്ടണവാസികൾ സാംസന്റെ അടുത്ത് വന്നത് എപ്പോൾ? 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ്. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് സാംസന്റെ അടുത്ത് വന്നത് ആര്? പട്ടണവാസികൾ. എന്തിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്നാണ് പട്ടണവാസികൾ സാംസണോട് ചോദിക്കുന്നത്? തേനിനേക്കാൾ. സിംഹത്തേക്കാൾ ഡാഷ് ആര്? പൂരിപ്പിക്കുക. കരുത്തുള്ളത് ആര്? 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് സാംസണോട് പറഞ്ഞത് എന്ത്? തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? 14:18 കടം കഥയുടെ ഉത്തരം കേട്ട സാംസന്റെ മറുപടി എന്തായിരുന്നു? എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടം കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. 14:19 കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ വന്നത് എങ്ങനെ? ശക്തിയോടെ. 14:19 സാംസണിൽ ശക്തിയോടെ വന്നത് ആര്? കർത്താവിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സാംസൺ എവിടേക്കാണ് ചെന്നത്? അഷ്കലോണിലേക്ക്. അഷ്കലോൺ പട്ടണത്തിലെ എത്ര പേരെയാണ് സാംസൺ കൊന്നത്?
30 പേരെ. 14-19 സാംസൺ ആർക്കാണ് വിശേഷ വസ്ത്രങ്ങൾ കൊടുക്കുന്നത്? കടംകഥയുടെ സാരം പറഞ്ഞവർക്ക്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ സാംസൺ എങ്ങനെയാണ് തൻ്റെ വാക്ക് പാലിച്ചത്? അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. 14-19 കോപാക്രാന്തനായ സാംസൺ എവിടേക്കാണ് പോയത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി? അവൻ്റെ മണവാള തോഴൻ്റെ. 14-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യത്തെ ചോദ്യം ആരുടേതാണ്? സാംസന്റെ മാതാപിതാക്കളുടേത്. 14-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ എത്ര? 5 ചോദ്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങൾ ഏതെല്ലാം? 14-ാം അധ്യായത്തിൻ്റെ 6-19 വാക്യങ്ങളിൽ. എല്ലാവരും ശ്രദ്ധയോടെ പഠിച്ചൊരുങ്ങുക. ഗോഡ് ബ്ലെസ് യു.